അടിച്ചു പൊളിച്ചു തിമിർത്തു കൊള്ളാം. ഇന്നൊരു നല്ല ദിവസം തന്നെയാണ്. മേഡത്തിന്റെ മോതിരം ശരിയാക്കിയതിനു ശേഷം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ആ മോതിരം നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് കൊച്ചളിയാ, ഇതാ കണ്ടോ? മാഡത്തിന്റെ മോതിരം ഈ കോഴി തിന്നുകയാണ്. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? സൗണ്ട് ഉണ്ടാക്കി ഞാൻ കുഞ്ഞുങ്ങളെ വിളിക്കും. ഈ കുക്കുടുപ്പ് അരമണികൾ കൊത്തിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അതേ കുക്കുടുപ്പു, നീ അരിമണിക്കൊപ്പം ഞങ്ങളുടെ മേഡത്തിന്റെ മോതിരവും കൂട്ടിയാ വിഴുങ്ങിയത്. പ്ലീസ് എന്തെങ്കിലും ചെയ്ത് എന്റെ വയറ്റിൽ നിന്ന് മോതിരം എടുക്ക്. ഈ കോഴിയുടെ വയറ്റിലെ ഗ്യാസ് കുറച്ച് കൂടിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ശരിയാക്കി തരാം. ഡോക്ടറെ അടുത്ത് പോയേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അതാ തോന്നുന്നേ. വാ കുക്കുടുപ്പി. എടാ, ഞാൻ എന്റെ കാര്യമാടാ പറഞ്ഞത്. ഈ കോഴി വന്ന് എന്റെ ദേഹത്ത് വീണപ്പോ എന്റെ എല്ലാം ഒടിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? സൗണ്ട് ഉണ്ടാക്കി ഞാൻ ഒച്ച വെക്കും. എല്ലാ ഡോക്ടേഴ്സും ഇഞ്ചക്ഷൻ എടുക്കും. ഞാൻ വരുന്നില്ല ഒരു ഡോക്ടേഴ്സിന്റെ അടുത്തേക്കും. നാളെ രാവിലെ ഞാൻ ഫൂ ഫൂ എന്ന് പറഞ്ഞ് യോഗ ചെയ്യും. അപ്പൊ ആ മോതിരം തന്നെ പുറത്തു വന്നോളും. അപ്പൊ നിങ്ങൾ കൊണ്ടുപോയിക്കോ. ടപ് ടപ് ശബ്ദമുണ്ടാക്കി വേഗം പൊക്കോ. കൂക്കൊന്ന് കൂവിയിട്ട് മോതിരം പുറത്തു വന്നില്ല. പക്ഷെ രാവിലെ ടപ്പേന്ന ഈ മുട്ട പുറത്തു വന്നത്. ഇത് സ്വർണ്ണ മുട്ടയാണല്ലോ. മേഡത്തിന്റെ മോതിരം നിങ്ങളുടെ വയറ്റിൽ കലർന്നു കാണും. അതുകൊണ്ടായിരിക്കും ഈ മുട്ട സ്വർണ്ണ നിറത്തിൽ വന്നത്. ശരിക്കും ഞങ്ങളുടെ കാശ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത്. ഒറ്റ രാത്രി കൊണ്ട് 10 ഗ്രാമിന്റെ മോതിരത്തിന് 17 ഗ്രാമിന്റെ സ്വർണ്ണമുട്ടയാക്കി മാറ്റിയില്ലേ? കടുക്കുന്ന ശബ്ദത്തോടു കൂടി ഈ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞിന് ഞാൻ സ്വർണ്ണ എന്ന് പേരിടും. ഓക്കെ മുട്ടത്തോട് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നീട് സ്വർണ്ണ കടക്കാരന് കൊടുത്ത് മേഡത്തിന് ഞങ്ങൾ മോതിരം ഉണ്ടാക്കി കൊടുത്തോളാം. ഞാനൊന്ന് മാർക്കറ്റ് വരെ പോവുകയാണ്. അതുവരെ നിങ്ങൾ എന്റെ സ്വർണ്ണയെ ഒന്ന് കാത്തോളണേ. അത് ശരി. ഈ സ്വർണ്ണമുട്ട യോമാരുടെ കയ്യിലല്ല, എന്റെ കയ്യിലാണ് ഉണ്ടാകേണ്ടത്. സ്വർണ്ണം വിറ്റ് 10 കാശ് ഉണ്ടാക്കും ഞാൻ. എടാ പണി, ആ മുട്ട ഇങ്ങ് തന്നേക്ക്. അയ്യോ, ഞങ്ങക്ക് മുട്ടയിടാന്ന് അറിഞ്ഞൂടാ. അടി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി, എത്ര വേണമെങ്കിലും തരാം. നീ പോയി കണക്കിന്റെ പരീക്ഷ എടുത്ത്. ചിലപ്പോ ആനമുട്ട കിട്ടും നിനക്ക്, ചിലപ്പോ ഒന്നി കൂടുതലും കിട്ടിയേക്കും. നിങ്ങളടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. നിന്നെ കേടിച്ച് പപ്പടാക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നു. അതെയോ? എന്നാ ഇത് പിടിച്ചോ. ബണ്ണിക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി മര്യാദയ്ക്ക് മുട്ട എന്റെ കയ്യിലേക്ക് തന്നേക്ക്. പോപ്പട്ടെ, നീ പേടിക്കണ്ട. ഇത് തീർച്ചയായിട്ടും ബണ്ണിയുടെ എന്തെങ്കിലും ഐഡിയ ആയിരിക്കും. ഐഡിയ. ഈ മുട്ടയ്ക്ക് ഈ കല്ലിന്റെ അതേ കളർ തന്നെ കൊടുക്കാം. അപ്പൊ പിന്നെ സണ്ണിക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല.
ആഹാ കൊള്ളാലോ. ഈ കല്ല് കണ്ടിട്ട് ഏകദേശം മുട്ടയുടെ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഈ കല്ലിന് ഏതായാലും മഞ്ഞ പെയിന്റ് അടിച്ച് സ്വർണ്ണമുട്ടയുടെ പോലെ ആക്കി മാറ്റാം. എന്നിട്ട് ആ സണ്ണിക്ക് എടുത്ത് കൊടുക്കാം. സണ്ണി, വഴക്ക് വേണ്ട. നിനക്ക് വേണ്ടത് സ്വർണ്ണമുട്ടയല്ലേ? ദാ പിടിച്ചത്. ഇന്ന് ആദ്യമായിട്ടാണ് നീ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇനി ഈ സ്വർണ്ണമുട്ട ഞാൻ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി കൊടുക്കും. എടാ ഹണി, നീ എന്ത് പരിപാടിയാടാ ഈ കാണിച്ചത്? ആ മുട്ട എന്തിനാ സണ്ണിക്ക് കൊടുത്തത്? അവന് ശരിക്കുള്ള മുട്ട കൊടുക്കാൻ. ഞാൻ അങ്ങനെ അത്ര മണ്ടനൊന്നും അല്ല. മുട്ട പോലെ ഇരിക്കുന്ന ഒരു കല്ലിൽ ഗോൾഡൻ പെയിന്റ് അടിച്ചിട്ടാ ഞാൻ അവന് കൊടുത്തത്. മര്യാദക്ക് പണ്ട മുട്ട തിരിച്ചു തന്നേക്ക്. നിനക്ക് മുട്ടയല്ലടാ, നല്ല തട്ട് തരാൻ ഞാൻ. നിക്കടാ അവിടെ. സണ്ണി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നെ പേടിച്ച് ഓടി ഒളിച്ചെന്നാ തോന്നുന്നത്. അങ്ങനെ ആര് പറഞ്ഞു? ആരല്ല പറഞ്ഞത്, ഒരാളാണ് പറഞ്ഞത്. നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഒരു പൂച്ച ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വ്യാജ സ്വർണം വിൽക്കാൻ വരും. അത് ശരി, അവനിങ്ങും വരട്ടെ. പാട്ടിയെ അടിച്ചു ഓടിക്കുന്നത് പോലെ അടിച്ചു ഓടിക്കും, വരട്ടെ. അങ്ങളെ, എന്റെ കയ്യിൽ ഒരു സ്വർണ്ണമുട്ടയുണ്ട്. എന്താ നോക്കുന്നോ? ഈ കളറിന് പറ്റിയ സ്ഥലം ഇവിടെ തന്നെയാണ്. ഞാനിപ്പോ ഇവിടെ വെച്ചല്ലേ ഉള്ളൂ. എവിടെ പോയ കളേഴ്സ്? ഒരു കഴുതയാണെന്ന് വിചാരിച്ച് നീ എന്റെ കോവർ കഴുത ആക്കുവാണോ? എല്ലാ കഴുതകളും കഴുതകളാണെന്നല്ല. എന്റെ കളർ വേഗം തിരിച്ചതാ. ആഹാ, ചേട്ടനൊരു തമാശക്കാരൻ തന്നെ. 1 2 3 കലപില പാടി പടയെന്ന് ചാടും. ഞാനൊരു ചെറു സിംഗർ. രസം കൂടിയോ ഇന്നും കട്ടു നിന്റെ കളർ. ആഹാ, എന്തൊരു അടിപൊളി പാട്ട്. ഏഹേ, ചാട്ടൻ ചാടി പലവിധ മൂടി പാഞ്ഞു ഞാൻ മേലെ. കഴുതയുടെ മുഖത്ത് കളറും വീണേ കണ്ടു ഞാൻ കണ്ണാലെ. ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി. എന്റെ വീടിന്റെ കളറ്, എന്റെ ശരീരത്തിനുള്ള കളറ്, പിന്നെ എന്റെ മേക്കപ്പിനുള്ളത് എല്ലാ കളറും തീർന്നു പോയായിരുന്നു. അതുകൊണ്ടാ കളർ എടുക്കാൻ വന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിലും എടുത്താൽ തിരിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ എത്ര കളർ എടുത്താലും അതിനനുസരിച്ച് ഡാൻസ് കളിച്ചിട്ടേ പോവാറുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ ഡാൻസ്? കാശ് തരുന്നതിന് ഓരോ ഡാൻസോ? മര്യാദക്ക് പോയി ATM പൈസ എടുത്തിട്ടോ. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി ചേർത്ത് കൈ കൊണ്ടൊരു ഡാൻസ് ഞാൻ നിനക്ക് അങ്ങോട്ട് തരട്ടെ. ഇതാ പിടിച്ചോ. അല്ല ചേട്ടാ, ഇതെന്താണ്? നല്ല അടിപൊളി അടി. സോർദാറെ, ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ? വേഗം ചോദിക്കേ. നീ എന്ന് മുതലാ പെയിന്റിംഗ് തുടങ്ങിയത്? നമ്മള് സോർദാറിന്റെ പെയിന്റിങ്ങിന് വേണ്ടിയല്ല, മേഡത്തിന്റെ പെയിന്റിങ്ങിന് വേണ്ടിട്ടാ കളറും കൊണ്ട് പോകുന്നത്. സംശയമുണ്ടോ? ഓക്കേ ബണ്ണി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇതേ ചോദ്യമായിരുന്നു. നീ ഉത്തരം തന്നു. ഇതിന് പകരമായിട്ട് നിങ്ങൾ എപ്പോ എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന്റെ ഉത്തരം ഒട്ടും വൈകാതെ തന്നെ തിരിച്ചു പറയും. എന്നാ ഞാൻ ചോദിക്കാം, നീ പറ. 125ഉം 55ഉം കൂട്ടിയ ശേഷം ആദ്യം 25 കുറച്ചാൽ എത്ര കിട്ടും? നീ ഒന്ന് പറഞ്ഞേ. 5. തെറ്റായ ഉത്തരം. തെറ്റാണെങ്കിൽ ഉത്തരം ശരിയാ. ഉത്തരം ഞാൻ ഏതായാലും പെട്ടെന്ന് പറഞ്ഞില്ലേ. ഓ, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നമുക്ക് തമാശയായിട്ട് പോലും പറയാൻ പറ്റാത്ത കാര്യം ഇവൻ എങ്ങനെയാ ഇത്ര സീരിയസ് ആയിട്ട് പറയുന്നത്? അതെ വല്ലച്ചോ. വെല്ലിച്ചന്റെ വീട്ടിൽ ഒരുപാട് സമൂസയുണ്ടെന്ന് തോന്നുന്നേ. അതുകൊണ്ടായിരിക്കും അല്ലേ ഇത്രയും സോസും കൊണ്ട് പോകുന്നത്. എടാ കഴുതേ, ഇത് സോസ് അല്ല, ചുവന്ന പെയിന്റിന്റെ ബോക്സ് ആയിരുന്നു. കൊല്ലുന്നേ കൊല്ലുന്നേ, ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടതാ. എന്നെ കൊല്ല്. കച്ചവടം മോശമല്ല. കടയിലെ സാധനങ്ങൾ തീർന്നിട്ടും വലിച്ച നല്ല ചൂടിലാണല്ലോ. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. ഈ കട കസ്റ്റമർ ആയിട്ടല്ല, ഒരു ഓന്ത് വന്നാണ് ഇങ്ങനെ കാലിയാക്കിയത്.
ആ ഓന്ത് എല്ലാ കളറും മോഷ്ടിച്ചോണ്ട് പോയി. എന്താ? ഞാൻ ശബ്ദം എടുത്തിരിക്കണ, അതായത് ഞാൻ ശബ്ദം എടുത്തിരിക്കുകയാണ്. ആ ഓന്ത് പിടിക്കപ്പെടുന്നത് വരെ ഞാൻ എന്നെ സ്വയം തല്ലിക്കൊണ്ടിരിക്കും. അയ്യോ വെല്ലിച്ച, ഇങ്ങനെ വെറുതെ സ്വയം തല്ലാതെ. ഞങ്ങൾ വലിയച്ഛനെ സഹായിക്കാം. എടാ പോപ്പട്ടെ, നിനക്ക് പറക്കാൻ പറ്റില്ലേ? പിന്നെ നീ എങ്ങോട്ടായി വരുന്നേ? പോയാ ഓന്തിനെ കുറിച്ച് അന്വേഷിക്കടാ, ചെല്ലടാ. എടാ, ഞാൻ നിങ്ങളുടെ കൂടെ നടന്ന് എപ്പോഴും മറന്നു പോകും എനിക്ക് പറക്കാൻ പറ്റുമെന്നുള്ള കാര്യം. സോറി. ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും വലിയ ആന മണ്ടന്മാര് തന്നെ. ഇങ്ങനെ അന്വേഷിച്ചു വരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം കാൽപ്പാടുണ്ടാക്കിയിട്ടത്. പറ്റിച്ചില്ലേ ഞാൻ എല്ലാരും? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നോക്ക്, ഇങ്ങനെ മോഷ്ടിക്കുന്നത് വളരെ അതെ വളരെ വലിയ തെറ്റാണ്. അത് എനിക്കും അറിയാം. എന്നെ അടിക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ വിടില്ലെന്നല്ലേ? അതെനിക്ക് അറിയാം ചേട്ടാ. വേഗം പിടിക്കാ ഓന്തിനെ. ആ ഓന്ത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇവിടെ ഇരുന്ന ഐസ്ക്രീമിന്റെ കളറെല്ലാം അവള് കുടിച്ചു. എല്ലാം കുടിച്ചിട്ടില്ല. ദാ നോക്കിയേ, ആ കൊച്ചിന്റെ ഐസ്ക്രീമിൽ കുറച്ചും കൂടി നിറം ബാക്കിയുണ്ട്. വേഗം വാ ഹണി. കളറ് മോഷ്ടിക്കാൻ നീ ഇവിടെ എത്തിയോ? പക്ഷെ ഇത് ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു. ഇതൊരു കളർ ഷോപ്പാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിന്നെ ഇവിടെ എത്തിക്കാനുള്ള ഞങ്ങളുടെ അടവ്. സംശയമുണ്ടോ? ഐഡിയ. ഇപ്പൊ തന്നെ നിനക്കുള്ള പണി ഞാൻ തരാം. ഇനി ആ ഓത്തിന്റെ നിറം മാറി രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞങ്ങള് 12 പേര് ചേർന്ന് നിന്നെ വളഞ്ഞിരിക്കുകയാണ് ഓന്തേ. 12? അതെ, എന്റെ കൂടെ 3, പിന്നെ ബണ്ണിയുടെ കൂടെ 3, പോപ്പറ്റിന്റെ കൂടെ 3, പിന്നെ സോർദാറിന്റെ കൂടെ 3. അപ്പൊ ടോട്ടൽ 12 ആയില്ലേ? നീ ജയിലിൽ പോകുമ്പോ അവിടെ വെച്ച് മാത്സ് പഠിക്കുന്നത് നല്ലതാ. ഐ ആം ജോക്കിംഗ്. ഇനി ഇവർക്ക് കൊടുക്കാം അടുത്ത പണി. ഞങ്ങളുടെ കേക്ക് കൂടി എടുത്ത് കഴിക്കുന്നോ? നീ ആളെ കൊള്ളാലോടാ. സ്വന്തം കൂട്ടുകാരെ കുറിച്ച് ഒരു ചിന്ത നിനക്കില്ല അല്ലേ? അയാളൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തത് കുരങ്ങനാണ്. നിങ്ങളുടെ കേക്ക് എടുത്ത് ഇയാളുടെ പ്ലേറ്റിൽ ഇട്ടിട്ട് ഓടിക്കളഞ്ഞതാണ്. ഹി വാസ് ടേക്കിംഗ് ആൻഡ് ഐ ആം നോട്ട് ജോക്കിംഗ്. ആഹാ, എന്ത് നല്ല കുട്ടിയാണ് ഇവൻ.
പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പണ്ടാരോ പറഞ്ഞത് സത്യം തന്നെയാണ്. ആ മോനെ ചക്കരക്കുട്ട, നിന്റെ പേരെന്താണ്? പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ വളവും തിരിവും വള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അനിയെന്നാണോ? അല്ല, സുനി. ഒരിക്കലുമല്ല. എന്നാ പിന്നെ ശനിയെന്നായിരിക്കും. എന്റെ പേര് കാശി എന്നാണ്. മമ്മിയാ, മോശമായി പോയി. എന്തിനാ തെറ്റിദ്ധരിച്ചത്? ഞാൻ വീട്ടിലോട്ടുള്ള വഴിയും മറന്നുപോയി. ഇതാണ് എന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ മാപ്പ്. ഇത് നോക്കി നിങ്ങൾ എന്നെ എന്റെ വീട്ടിലെത്താൻ സഹായിക്കണം. കുട്ടിയാണ്. ഈ മാപ്പ് നോക്കി ഇവനെ വീട്ടിൽ കൊണ്ടുപോയി എത്തിക്കാം. അല്ലെങ്കിൽ വഴി തെറ്റി ഇവൻ സിംഹത്തിന്റെ ഗുഹയിലെങ്ങാനും പോയി എത്തിപ്പെടും. ആ എന്നാ വാ പോകാം. ഹണി, നീ വഴി നോക്കി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാ മതി. പക്ഷെ അത് കുറിച്ച് കുഴങ്ങിയ മാപ്പാണ്. മാപ്പിൽ നിന്ന് കണ്ണെടുക്കാനും പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ വഴി വീണ്ടും തെറ്റിപ്പോവും. മാപ്പിൽ മാത്രം നോക്കിയിരുന്ന പിന്നെ എങ്ങനെ ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കുവോ പോകുന്ന വഴി ഏതാണെന്ന്? സംശയമുണ്ടോ? എന്നാ പിന്നെ നമുക്ക് പോയാലോ? ദാ അവര് പോയി കഴിഞ്ഞല്ലോ, പിന്നെ ആരോടായി സംസാരിക്കുന്നത്? എന്നാ പിന്നെ പോവാം. മോനെ, ഇവിടുന്ന് വഴി വളരെ എളുപ്പമാണ്. നീ ഇനി ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോക്കോ. ഓക്കേ? എടാ, അവൻ കുട്ടിയാണ്. നമുക്ക് അവനെ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാം. എന്റെ അമ്മയെ കണ്ടിട്ട് കൊക്ക പോലുണ്ട്. ഇത്ര ഉയരമുള്ളത് കൊണ്ട് ചിറകുണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോ താഴെ പോവും. സംശയമുണ്ടോ? അഥവാ ഈ പാലം കിടക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരിക്കലും എന്റെ വീട്ടിലെത്താൻ പറ്റില്ല. ശരി, നിന്നെ ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ഐ ആം ജോക്കിംഗ്. കൂട്ടുകാരെ സൂക്ഷിച്ചു. ഞാനിതാ പോണേ. നോക്കി നിൽക്കാതെ ആരെങ്കിലും കൂടെ ചാടി എന്നെ രക്ഷിക്കടാ. കട്ടിലിനടി കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. വൈഫൈയുടെ പാസ്വേഡ് ആണ്. ഹണി ബുദ്ധിമാനാണ്. പോപ്പട്ടെ, കണ്ണു തുറന്ന് നോക്ക്. വീണതല്ല, നീ പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലേ? എനിക്ക് നിന്നോട് നന്ദിയുണ്ട് പോപ്പട്ടെ. നീ ഹണി ബുദ്ധിമാനാണെന്നല്ലേ വൈഫൈ പാസ്വേഡ് വെച്ചിരിക്കുന്നത്? ആരും മനസ്സിൽ ചിന്തിക്കാത്ത വേർഡായിരിക്കണം നമ്മൾ പാസ്വേഡിൽ ഉപയോഗിക്കേണ്ടത്. മമ്മിയാ, ഒരു കാക്കതിന്റെ കൊക്ക് കൊണ്ട് കയറി മുറിക്കുകയാണ്. എന്ത്? എന്നെ രക്ഷിക്കണേ. കൊച്ചളിയ, നിന്റെ കൈ എനിക്ക് താ, വേഗം താ. രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേ. മണി, വേഗം നിന്റെ കൈ താ. അയ്യോ രക്ഷിക്കണേ. നീ നല്ലവനാ സോർദാറെ. എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം നീ ഇത്രയും ദൂരം ഏതായാലും വന്നില്ലേ? എടാ, ഞാനും വീഴാൻ പോടാ ഹണി. അടിച്ചു പൊളച്ചു തിമിർത്തു. എനിക്ക് 15 കുട്ടികളുണ്ട്. അവർക്ക് ഏതായാലും ഒരു നേരത്തേക്കുള്ള ആഹാരം കിട്ടി. ആരെങ്കിലും രക്ഷിക്കണേ. എല്ലാം കൂടെ ബണ്ണി, എന്നെ ഒന്ന് സഹായിക്ക്. ആ പരും തന്നെ കൂടെ കൊണ്ടുപോകാൻ നോക്കുവാണ്. വേണ്ടെന്ന് പറഞ്ഞിട്ടും അതൊട്ടും കേൾക്കുന്നില്ല. ഈ കുട്ടിക്ക് വികൃതി കൂടുതലാ. ദേ പിന്നെയും ഓരോന്ന് പറഞ്ഞു വരികയാണ്. ഇനി നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. കൊച്ചളിയ, എനിക്ക് ഈ സിംഹം എന്ന് വെച്ചാ ഭയങ്കര പേടിയാ. അതെങ്ങനെ അടുത്തോട്ട് വന്നാ ഞാൻ എന്ത് ചെയ്യും കൊച്ചളിയ?
എന്നാ അപ്പൊ തന്നെ നീ മാസ്ക് എടുത്ത് മാറ്റിയാ മതി. സിംഹം ഓടിപ്പോയിക്കോളും. എനിക്ക് 20 കുട്ടികളുണ്ട്. അവരുടെ വയറ് നല്ലോണം നിറഞ്ഞായിരിക്കുന്നത്. അങ്ങനെ ലഞ്ചിന് ശേഷമുള്ള ഡിന്നറിന്റെ കാര്യം ഓക്കെ ആയി. ബണി, എന്നെ ഈ കാട്ടുമൃഗങ്ങളിൽ നിന്നൊന്ന് രക്ഷിക്കൂ. മമ്മയ്യ, ഞാൻ പറയുന്നത് ഒന്നും കള്ളമല്ല. എനിക്കെല്ലാം അറിയാം. നീ അവസാനം പറയും ഇത് ഫ്രാങ്ക് ആണെന്ന്. ക്യാമറ എവിടെയാണ്?